കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടലിന്റെ നാശനഷ്ടം കണക്കാക്കാൻ ഡ്രോൺ സർവേ തുടങ്ങി. അടിച്ചിപ്പാറ, മഞ്ഞച്ചേളി, പാനം ഭാഗങ്ങളിലാണ് സർവേ. അവലോകന യോഗവും ചേരും. സമീർ സി മുഹമ്മദ് ഉണ്ട് ഇപ്പോൾ വിശദാംശങ്ങളുമായി. സമീർ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, കഴിഞ്ഞ 30-ാം തീയതിയാണ് വലിയ രീതിയിലുള്ള ഉരുൾപൊട്ടൽ ഉണ്ടായത്. വിലങ്ങാട് ഉരുൾപൊട്ടലിൽ 30ഓളം ഇടങ്ങളിലായിക്കൊണ്ട് തുടർച്ചയായിട്ടുള്ള ഉരുൾപൊട്ടൽ ഉണ്ടായി എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. അതോടും അതിൻ്റെ ഭാഗമായിക്കൊണ്ടുള്ള വിശദമായിട്ടുള്ള പരിശോധന ഇപ്പോൾ പുരോഗമിക്കുന്നു. ഒരാൾക്ക് ജീവൻ നഷ്ടമാവുകയും 13 വീടുകൾ ഒഴുകിപ്പോവുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 55 വീടുകൾ പൂർണ്ണമായും തകർന്നു. 122 വീടുകൾ വാസയോഗ്യമല്ലാതായി തീരുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെയാണ് വിവിധ വകുപ്പുകൾക്കുണ്ടായിട്ടുള്ള വലിയ രീതിയിലുള്ള കൃഷിനാശം, അതുപോലെ തന്നെ റവന്യൂ വകുപ്പിനുണ്ടായിട്ടുള്ള നാശം, പൊതുമരാമത്ത് വകുപ്പിനുണ്ടായിട്ടുള്ള നാശം തുടങ്ങിയിട്ടുള്ള വിവിധ വകുപ്പുകൾക്കുണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ നാശനഷ്ടങ്ങളുടെ തോത് കണക്കാക്കുന്നതിന് വേണ്ടിക്കൊണ്ടാണ് ഇപ്പോൾ ഡ്രോൺ പരിശോധന ആരംഭിച്ചിരിക്കുന്നത്. ഈ ഉരുൾപൊട്ടൽ ഉണ്ടായ മേഖല കേന്ദ്രീകരിച്ച് 7 ഇടങ്ങളായിക്കൊണ്ട് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് വിശദമായിട്ടുള്ള ഡ്രോൺ പരിശോധന. കോഴിക്കോട് ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് ഇപ്പോൾ ഡ്രോൺ പരിശോധന നടത്തുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള അവലോകനവും ഇപ്പോൾ ചേരുന്നുണ്ട്. മന്ത്രി PM മുഹമ്മദ് റിയാസിൻ്റെ നേതൃത്വത്തിലാണ് ഈ അവലോകന യോഗം ചെയ്യുന്നത്. വിവിധ വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. മന്ത്രി ഓൺലൈനായാണ് പങ്കെടുക്കുന്നത്. ഇതിനുശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള നാശനഷ്ടത്തിൻ്റെ തോതിൽ ഒരു വ്യക്തത വരികയുള്ളൂ. അതിനനുസരിച്ചായിരിക്കും ഈ നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനമാവുകയുള്ളൂ. ഏതായാലും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഡ്രോൺ പരിശോധന പുരോഗമിക്കുകയാണ്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഉന്നതതല അവലോകന യോഗം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഉന്മേഷ്. ശരി, സമീർ സി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.